കോൺഗ്രസ് വിട്ട മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി അശോക് ചവാൻ ബി.ജെ.പിയിൽ ചേർന്നു. മുംബൈയിലെ ബി.ജെ.പി ആസ്ഥാനത്തെത്തിയാണ് അംഗത്വം സ്വീകരിച്ചത്. നാളെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക നൽകിയേക്കും. അച്യുതൻ തുടരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, രാജ്യസഭയിലേക്ക് അശോക് ചവാൻ പോകുന്നു. ഒപ്പം ബി.ജെ.പി പ്രതീക്ഷിക്കുന്ന എന്താണ്? കൂടുതൽ പേർ കോൺഗ്രസിൽ നിന്ന് എം.എൽ.എമാർ വരിക, അങ്ങനെ രാജ്യസഭയിലേക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ, ഒരുപക്ഷെ 4-ാം സീറ്റ്, അതുൾപ്പെടെയുള്ള സാധ്യതകളിലേക്ക് പോവുക, ഇതൊക്കെ ബി.ജെ.പി കണക്ക് കൂട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും വേണം. അത് തന്നെയാണ് ബി.ജെ.പി ഇതിലൂടെ കാണുന്ന ഒരു ലക്ഷ്യം. ഇന്നലെയാണ് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പുറത്തു വരുന്നത്. അതിനുശേഷം അദ്ദേഹം ഇന്നാണ് അറിയിച്ചത് അദ്ദേഹം ബി.ജെ.പിയിൽ ചേരുമെന്നുള്ളത്. മുംബൈയിലെ ബി.ജെ.പി ആസ്ഥാനത്ത് വെച്ചാണ് അദ്ദേഹം മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിൽ നിന്നും അംഗത്വം സ്വീകരിക്കുന്നത്. എന്നാൽ കൂടുതൽ പേർ ഈ ബി.ജെ.പിയിലേക്ക് വരുമെന്നുള്ള സൂചനകൾ അത് അദ്ദേഹം രാവിലെ നിഷേധിച്ചിരുന്നു. തനിക്കൊപ്പം മറ്റാരും തന്നെ ബി.ജെ.പിയിൽ എത്തുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കൂടാതെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ടുള്ള അഭ്യൂഹങ്ങളിൽ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ വിളിച്ചിരുന്നോ എന്ന ചോദ്യങ്ങളിൽ നിന്നും അദ്ദേഹം പൂർണ്ണമായി ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. പക്ഷേ സംസ്ഥാന കോൺഗ്രസിന് ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ എം.എൽ.എമാർ ഒരു പക്ഷേ അദ്ദേഹത്തോടൊപ്പം ബി.ജെ.പി പാളയത്തിനുള്ളിലേക്ക് എത്തിയേക്കുമെന്നുള്ള ആശങ്ക കോൺഗ്രസിന് കാര്യമായി തന്നെയുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് അടിയന്തര യോഗം ഇന്ന് വിളിച്ചു ചേർത്തിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലാണ് യോഗം ചേരുന്നത്. അപ്പോൾ അത്തരം ആശങ്കകൾ കോൺഗ്രസിന് മുന്നിലുണ്ട്. അതേസമയത്ത് ബി.ജെ.പിയുടെ രാജ്യസഭ അംഗമായി നാളെ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക നൽകിയേക്കും എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു തിരിച്ചടി നൽകിയ ഒന്നാണ് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഈ അശോക് ചവാന്റെ ബി.ജെ.പിയിലേക്കുള്ള പലായനം. അത് കോൺഗ്രസിന് വലിയ തിരിച്ചടികൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ വലിയ തിരിച്ചടികളാണ് നൽകിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ്. അപ്പോൾ അത്തരം സ്ഥാനങ്ങളിൽ ഇരുന്ന ഒരു വ്യക്തിയാണ് കോൺഗ്രസിന് നഷ്ടമായിരിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായി പരിശോധിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം മുന്നോട്ട് പോകുന്നത്. എന്തായാലും കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ആരൊക്കെ കൊഴിഞ്ഞു പോയാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളിലേക്ക് പാർട്ടി കടക്കുന്നു, അതിനെല്ലാ തരത്തിലുള്ള സജ്ജമാണെന്നുള്ള കാര്യങ്ങൾ കൂടി അറിയിക്കുന്നുണ്ട്. വേണു. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്.